ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബിസിബെളെ ബാത്ത് റെസിപ്പിയാണ്. ഇതിന് മെയിനായിട്ട് നമ്മൾ പരിപ്പും അരിയുമാണ് നമുക്ക് വേണ്ടത്. അതുപോലെ നമ്മൾ കഴുകി വെച്ച അരിയും പരിപ്പിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. ഇതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ വീട്ടിൽ ഏത് വെജിറ്റബിൾസാണോ ഉള്ളത് അത് മാത്രം ആഡ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ മല്ലിയിലയും ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചി സവോള ഇത് മൂന്നും നമ്മൾ പിന്നെ ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ മെയിനായിട്ടും എങ്ങനെയാണെന്നറിയാമോ, 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ 6 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. പിന്നെ നമ്മൾ എക്സ്ട്രാ 2 ഗ്ലാസ് പരിപ്പായിരുന്നു എടുത്തത്. അപ്പം അതിന് വേണ്ടി 2 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്യുക. അങ്ങനെ ടോട്ടലായിട്ട് നമ്മൾ 6ഉം 2ഉം 8 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഒരു 10 പേരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 10 പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിന് ശേഷം 3 വിസിലടുപ്പിക്കണം. അടുപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, വിസിലായില്ല, അതിന് മുമ്പ് നമ്മൾ ഇപ്പുറത്ത് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുവാണ് പാത്രം. അപ്പം ഈ പാത്രം ഉണ്ടല്ലോ, കർണാടകയിലെ എല്ലാ വീടുകളിൽ കൂടെയും കാണുന്നതാണ് ഈ പാത്രം. മസാല പാത്രം എന്നാണ് പറയുക ഇതിന്. എല്ലാ മസാലകളും ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. അപ്പം നമ്മൾ എണ്ണ ചൂടാകാൻ തുടങ്ങുന്നുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ചോദിക്കുവാണേ എൻ്റെ കസിൻസ്. അപ്പം നമ്മളിപ്പോൾ എണ്ണ ചൂടായി, കടുക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ജീരകം ഇട്ട് കൊടുത്തേ. അതിനുശേഷം നമ്മൾ വറ്റൽമുളക് കുറച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. അപ്പം പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കണ്ടേ. കറിവേപ്പില എന്താ ഇട്ട് കൊടുക്കാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, എനിക്ക് കറിവേപ്പില ഇങ്ങനെ കഴുകി വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് കുറച്ച് പേടിയാണ്. അതുകൊണ്ട് ഞാൻ കറിവേപ്പില പിന്നെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. ഒരു 2 സെക്കൻഡ് ഇളക്കണം. കറിവേപ്പില ഇട്ടതിന് ശേഷം ഇളക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഒരു ശകലം ഉപ്പ്, ഇത് സവോളയ്ക്ക് പിടിക്കേണ്ട, അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിന് ശേഷം നമുക്ക് മെയിനായിട്ട് എന്താ വേണ്ടതെന്ന് അറിയാമോ, ബിസിബെളെ ബാത്ത്. ഇതിൻ്റെ മസാല നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അപ്പം ഞങ്ങൾക്ക് 10 പേർക്ക് ഉണ്ടാക്കണ്ടേ. അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഒരു പകുതിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു പകുതി ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് പച്ചച്ചൊവയൊന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പം നമ്മൾ ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിയാണ് കുറച്ച് കഴിയുമ്പോൾ നമ്മളത് കഴുകി വെള്ളത്തിലിട്ട് വെച്ച പുളിയാണ്. ഇപ്പം നമ്മളതിൻ്റെ വെള്ളം എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നന്നായിട്ട് ഈ പുളിവെള്ളത്തിൽ നന്നായിട്ടൊന്ന് റെസിപ്പി പിടിക്കണം. അപ്പം നമ്മളിത് കുറച്ച് നേരത്തേക്കൊന്ന് ഇളക്കി കൊടുത്തു. അപ്പം നമ്മുടെ 3 വിസിലായി. അടുത്ത പാത്രത്തിൽ ചൂടുവെള്ളം വെച്ചിരിക്കുന്നത്. ഇത് നല്ല കട്ടിയിലായിട്ടാണ് വരിക. നമ്മൾ എടുക്കാൻ നേരത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുക്കർ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മൾ നല്ല ചോറിൻ്റെ പരുവത്തിലാണ്, കുറച്ചൊരു ലൂസ് പരുവത്തിൽ നമുക്കിങ്ങനെ കിട്ടണം, ഒരു മാൾട്ട് പരുവത്തിൽ നമുക്ക് കിട്ടണേ. അപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി നമ്മൾ ഇതിലേക്ക് കുക്കറിൽ നിന്ന് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് എടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ കുക്കറിൽ നമുക്ക് ഇളക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു, കുറച്ച് കൂടുതലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സോഫ്റ്റ് പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആ ചൂടുവെള്ളം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പം മല്ലിയില ഒന്ന് വിതറിയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഗൈസ്, ബൈ.